നമ്മൾ ത്വായിഫിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ഇപ്പോൾ നമ്മൾ മസ്ജിദുൽ ഹുനൂദ് കണ്ടല്ലോ. നമ്മൾ ഈ പള്ളിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, ഇത് ത്വായിഫിലൊരു പള്ളി ഇങ്ങനെ വരാനുള്ള കാരണം ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി, കാക്കത്തറക്കൽ ഉമറുൽ ഖാദി എന്നാ പറയാം അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്, ചെറുപ്പത്തിലെ പരിചയമുണ്ട്. വൈദേശിക ആധിപത്യത്തിനെതിരെ ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച, പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് എൻ്റെ പൊക്കിൽ കൊടി പിറന്നു വീണ മണ്ണിന് ഞാൻ നികുതി കൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മഹാനാണ് ഉമറുൽ ഖാദി. അങ്ങനെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലുണ്ടായിട്ട് കോഴിക്കോട്. പക്ഷേ ജയിലിൽ എങ്ങനെ എത്ര ബന്ധിതമായി സുരക്ഷയോടുകൂടെ കൊണ്ടുപോയിട്ടാലും ഉമറുൽ ഖാദി പുറത്തേക്കും. അങ്ങനെ അവർ സഹി കെട്ടു. വെളിയങ്കോടത്ത് പലപ്പോഴും പിടിച്ച് വീണ്ടും കൊണ്ടുപോയി ജയിലിടും. അപ്പോൾ മഹാനവറുകളോട് തന്നെയാണ് വീട്ടിലെ പുറത്താണ്, പോലിക്ക് പിടികിട്ടിയില്ല. അവസാനം അവർ തോറ്റു. ഉമറുൽ ഖാദി പിന്നെ ആഷിഖുർ റസൂലാണ്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കാണാൻ ആഗ്രഹിച്ച് അവിടുത്തെ റൗള സന്ദർശിക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം താണ്ടി ആ ആഗ്രഹവുമായി വന്ന് മദീനത്തെ റൗളയുടെ അടുത്ത് എന്നപ്പോൾ സെക്യൂരിറ്റി തടഞ്ഞു, ഇവിടെ പ്രവേശനമില്ലായിരുന്നു. അപ്പോൾ മഹാനവറുകൾ യാക്രമൽ ഖുറമല അതാബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജിലി ജനാബിക്കും യർജുൽ അതാ അലൽ ബുകായി ബാബിക്കും വദ്ദമഉ മിൻ ഐനൈഹി സാല സജീമ എന്ന് പറഞ്ഞ് അവിടുന്ന് കവിത ചെല്ലുക. മഹാനവറുകൾ നിമിഷ കവിയാണ്. ഒരൊട്ടകം ഒരു തീവണ്ടി പോവുകയാണ്, ആ തീവണ്ടിനെ കുറിച്ച് അങ്ങനെയൊക്കെയുള്ള കവിത. നിമിഷ കവിയും പണ്ഡിതനും ഖാദിയും ആണ് മഹാനവറുകൾ. ആ മഹാനവറുകൾ പിന്നെ ഇങ്ങനെ കലക്ഷൻ എടുത്തു, നാട്ടിൽ നിന്ന് ജനങ്ങളോടൊക്കെ കലക്ഷൻ എടുത്തു. പൊന്നാനിക്കടവത്ത്, വെളിയങ്കോട് കടവത്ത് ഒക്കെ പോയിട്ട് ഒരു ചാക്ക് നിറയെ ക്യാഷ് ഉണ്ടാക്കി. എന്തിനാ ക്യാഷ് ഉണ്ടാക്കിയത്? പള്ളി ഉണ്ടാക്കാനാണ്. പള്ളി ഉണ്ടാക്കിയതായിട്ട് അവിടെ കാണില്ല. പൈസ കുറേ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. ഉമറുൽ ഖാദി പള്ളി ഉണ്ടാക്കണേ കാണുന്നില്ല. അങ്ങനെ അന്നത്തെ പല ആളുകൾ പരാതിപ്പെട്ടു. പൈസ ഇങ്ങനെ ചാക്കിലാക്കി കൊണ്ടുപോകുന്നുണ്ട്, പിരിവിട്ട് പോകുന്നുണ്ട്, പള്ളി ഉണ്ടാക്കാനാണ്. അങ്ങനെ ആ പരാതി അന്നത്തെ മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി അൽ മമ്പുറമി മമ്പുറ തങ്ങളടുത്ത് പോയി പരാതി പറഞ്ഞു. മമ്പുറ തങ്ങളടുത്ത് പോയി പരാതി പറഞ്ഞപ്പോൾ മമ്പുറ തങ്ങൾ ആരാ ഈ പരാതി പറഞ്ഞ ആൾ? പരാതിക്കാരൻ ഉമറുൽ ഖാദിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, മമ്പുറ തങ്ങളെ സതീർത്ഥ്യനാണ്, ബൈത്താൻ മുസ്ലിയാർ എന്നറിയും. അങ്ങനെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. ആ ബൈത്താൻ മുസ്ലിയാർ മമ്പുറ തങ്ങളടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ ഉമർ എല്ലാവരോടും പൈസ പിരിച്ചിട്ടുണ്ട്, പക്ഷേ പള്ളി കാണില്ല. പള്ളി ഉണ്ടാക്കാനാണ് പറഞ്ഞത്, പള്ളി കാണുന്നില്ല. അങ്ങനെ വന്നപ്പോൾ മമ്പുറ തങ്ങൾ പറഞ്ഞ ഒരു രഹസ്യം അദ്ദേഹം പറഞ്ഞു, ബൈത്താൻ മുസ്ലിയാരെ ഇന്ന് ആ പള്ളി കാണും, നിങ്ങൾ ഹജ്ജിന് പോയിക്കോളിയാണ്. പള്ളി നാട്ടിൽ നമ്മളെ കേരളത്തിലെവിടെയും കാണില്ല, പിരിച്ച പൈസൻ്റെ പള്ളി. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ ഹജ്ജിന് പോയിക്കോളി എന്ന് പറഞ്ഞു. ബൈത്താൻ മുസ്ലിയാർ മമ്പുറ തങ്ങളുടെ തീരുമാനപ്രകാരം ഹജ്ജിന് വന്നു. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്നതിനിടയിൽ കൂട്ടം തെറ്റി. നമ്മളിങ്ങനെ പോകുന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ മിനയിൽ ബൈഅ കണ്ടല്ലോ, മസ്ജിദുൽ ബൈഅ കണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്താണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. പക്ഷെ കൂട്ടം തെറ്റി ബൈത്താൻ മുസ്ലിയാർ എത്തിപ്പെട്ടത് ഈ ത്വായിഫിലാണ്. ത്വായിഫിലെത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെ തകൃതയായിട്ടൊരു പള്ളി നിർമ്മാണം ഇങ്ങനെ കാണാൻ, ആ കൂട്ടത്തിൽ മലയാളികളായ ആളുകളെയും കാണാൻ, ഇവിടുത്തെ പല ആളുകൾ ബംഗാളികളും മറ്റൊക്കെ കൂടി പള്ളിൻ്റെ പണി ഇങ്ങനെ തകൃതയായി നടക്കും. അപ്പോൾ ബൈത്താൻ മുസ്ലിയാർ വന്നിങ്ങനെ ചോദിച്ചു, ആർക്കാണ്, എന്താണ്, എങ്ങനെയാണ് ഇത്? മലബാറിൻ്റെ ഒരു ആൾ വന്നിട്ട്, മലബാറിലുള്ള ഒരാൾ വന്നിട്ട് പിന്നെ നിർമ്മിക്കുന്ന പള്ളിയാണ് ഇത്. ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പള്ളിയാണ്. മസ്ജിദുൽ ഹുനൂദ് എന്നാണ് ഈ പള്ളിക്ക് പേരിടേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഒരാൾ ഇവിടെ വന്നിട്ട് അവർക്ക് പിന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കൂലി കൊടുക്കുന്നുണ്ട്. ഉമർ എന്നാണ് അയാളുടെ പേരെന്ന് പറഞ്ഞു. അപ്പോൾ പിടുത്തം കിട്ടി, ഉമറുൽ ഖാദിയാണ് എന്നുള്ളത്. അങ്ങനെ ബൈത്താൻ മുസ്ലിയാർക്ക് മമ്പുറ തങ്ങൾ പറഞ്ഞതിൻ്റെ രഹസ്യം അപ്പോൾ ബോധ്യമായി. കാരണം ഈ ക്യാഷ് വെറുതെ ആരെയും കൊണ്ടുപോയി കളയുന്നില്ല. നോക്കൂ നിങ്ങൾ, സൗദി അറേബ്യയിലാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിനൊരു അഡ്രസ്സ്. മഹാനായ ഉമറുൽ ഖാദി എന്ന് പറയുന്ന നിമിഷക്കവിയും ആലിമും ഖാദിയുമായ വൈദേശികാധിപത്യത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച ഉമറുൽ ഖാദി റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കി, നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി. ഇതിപ്പോൾ മസ്ജിദുൽ ഹുനൂദ്. വേറെ എവിടെയും നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നില്ലല്ലോ. ഇവിടെ ത്വായിഫിലാണ് അദ്ദേഹം പിന്നെ ഇവിടെ വന്നിരുന്നു എന്നും അദ്ദേഹത്തിന് ഇവിടെ വലിയ വിലായത്ത് അധികാരമുണ്ടായിരുന്നു എന്നും മദീനയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ റൗളയുടെ അടുത്തേക്ക് ചെന്ന് നിന്നപ്പോൾ സെക്യൂരിറ്റി തടഞ്ഞപ്പോൾ ഇന്ന് നമ്മളെ അവസ്ഥ എന്താ? നമുക്ക് പെർമിഷൻ വേണം കയറാൻ അല്ലേ? പെർമിഷൻ അല്ലാതെ റൗളയിൽ കയറാൻ കഴിയും? ഉമറുൽ ഖാദി ചെന്ന കാലത്ത് സെക്യൂരിറ്റിയാണ്. പക്ഷേ മഹാനവറുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് കൊണ്ട്, ആശിഖ് റസൂലായത് കൊണ്ട് ആ റൗളയിലെ ഉള്ളിലേക്ക് പ്രവേശനമുണ്ടാവുകയും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങൾ സ്പർശിക്കാൻ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉമർ ഖാലിക്ക് സാധിച്ചു എന്നൊക്കെ ചരിത്രം പറയുമ്പോൾ ആ മഹാനുഭാവന്റെ ദർജ എത്രയാണ്. അള്ളാഹു അവരെ കൂടെ സ്വർഗം തരട്ടെ. ഈ തായിഫിൽ വന്നിട്ട് ഇനി നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഈ മഹാന്മാരുടെ അസറുകളുള്ള സ്ഥലമാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞ അദ്ദാസ് പിന്നെ പള്ളി, അതിൻ്റെ തോട്ടം, മുന്തിരിത്തോട്ടം, ആ അദ്ദാസ് ഇസ്ലാം സ്വീകരിച്ച ആ ചരിത്ര പശ്ചാത്തലം, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ കല്ലെറിഞ്ഞ ആ പിന്നെ ജബൽ, ആ ജബലിൻ്റെ മുകളിലൊരു വലിയ പാറ കാണാം. ഒക്കെ ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ കാണാം. അതിൻ്റെ അടുത്ത് കുറച്ചിപ്പുറത്തായിട്ട് സദ്ദ് ഇക്രിമ, അതുപോലെ മസ്ജിദ് അലി, അങ്ങനെ തുടങ്ങി മസ്ജിദ് ബിലാൽ,